ബ്രിഡ്ജ് അക്കാദമിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ് കമ്പ്യൂട്ടർ എന്നതിനെ കുറിച്ചാണ്. എന്താണ് കമ്പ്യൂട്ടർ? ഹോമോസാപ്പിയൻസ് തുടങ്ങി ഒരുപാട് പരിണാമങ്ങൾ സംഭവിച്ചിട്ടാണ് ഇന്നത്തെ മനുഷ്യ രൂപത്തിലേക്ക് എത്തപ്പെട്ടത്. അതുപോലെ തന്നെയാണ് കമ്പ്യൂട്ടറും. ഒരുപാട് പരിണാമങ്ങൾ സംഭവിച്ചിട്ടാണ് ഇന്നത്തെ കമ്പ്യൂട്ടറിൻ്റെ രൂപത്തിലേക്ക് എത്തപ്പെട്ടത്. ആദ്യ കമ്പ്യൂട്ടറായിട്ട് നമുക്ക് വേണമെങ്കിൽ അബാക്കസിനെ നോക്കിക്കാണാം. അബാക്കസ് ഇന്നും പ്രചാരത്തിലുണ്ട്. ഇന്നും കുട്ടികൾ മാത്തമാറ്റിക്സിനോടൊരു അടുപ്പം വരുന്നതിന് വേണ്ടിയിട്ട് അബാക്കസ് ഉപയോഗിക്കുന്നുണ്ട്. അതുമുതലുള്ള ഒരുപാട് കമ്പ്യൂട്ടറിനെ കുറിച്ച് നമ്മൾ ഹിസ്റ്ററി ഓഫ് കമ്പ്യൂട്ടറിൽ നമുക്കൊരു ക്ലാസ് എടുക്കാവുന്നതാണ്. ഇപ്പോൾ എന്താണ് കമ്പ്യൂട്ടർ? കമ്പ്യൂട്ടറിനെ കുറിച്ചൊരു ഡെഫിനിഷൻ ആണ് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. എപ്പോഴും ഞാൻ പ്രാക്ടിക്കലിനാണ് ഇമ്പോർട്ടൻ്റ് കൊടുക്കാറ്. തിയറിക്ക് വളരെ പ്രാധാന്യം കൊടുക്കാറില്ല. എങ്കിലും ഇതൊക്കെ എന്താണ് കമ്പ്യൂട്ടർ എന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. The word computer comes from compute, which means to calculate. Hence, some people consider computer as a calculating device like a calculator that can perform mathematical operations at high speed. അതായത് കണക്കു കൂട്ടുക എന്നതിൻ്റെ ഇംഗ്ലീഷ് വേർഡായ കമ്പ്യൂട്ട് എന്ന വാക്കിൽ നിന്നാണ് കമ്പ്യൂട്ടർ എന്ന പദം രൂപം കൊണ്ടിട്ടുള്ളത്. ചില ആളുകൾ അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടറിനെ കാൽക്കുലേറ്റർ പോലുള്ള ഒരു കണക്കുകൂട്ടൽ ഉപകരണമായിട്ടാണ് കണക്കാക്കുന്നത്. അത് ഉയർന്ന വേഗതയിൽ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ നടത്താനായിട്ട് സാധിക്കുന്നുണ്ട്. Now, computer is a device of a data processing as it operates on data. So now we can define. Computer is an electronic programmable data processing machine. It can store, process and retrieve data as and when desired. അതായത് കമ്പ്യൂട്ടർ ഒരു ഡേറ്റ പ്രോസസ്സിംഗ് ചെയ്യുന്നതിനുള്ള ഉപകരണമാണ്. അതിൻ്റെ ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ, കമ്പ്യൂട്ടറിനെ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ, കമ്പ്യൂട്ടർ ഒരു ഇലക്ട്രോണിക് പ്രോഗ്രാമബിൾ പ്രോസസ്സിംഗ് മെഷീനാണ്. അത് ആവശ്യമുള്ളപ്പോൾ ഡേറ്റ സ്റ്റോർ ചെയ്യാനും പ്രോസസ്സ് ചെയ്യാനും വീണ്ടെടുക്കാനായിട്ടും സാധിക്കുന്നു. എല്ലാവർക്കും കമ്പ്യൂട്ടറിൻ്റെ ഡെഫിനിഷനെ കുറിച്ച് ഒരു വ്യക്തത വന്നു എന്ന് തോന്നുന്നു. അടുത്ത പാട്ടുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. Thank you for your support.